ഗ്ലിസറിനെ പറ്റി പറയാം. ഗ്ലിസറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഹൈൽഡ്രോണിക് ആസിഡിനെ പറ്റിയും കൂടെ പറയണം. പക്ഷേ നമുക്ക് ഗ്ലിസറിൻ നമ്മുടെ സ്കിൻ ബാരിയറും കഴിഞ്ഞ് നമുക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കിന്നിന് ഒരു പ്ലംബിംഗ് എഫക്ട് തരാനായിട്ട് ഗ്ലിസറിന് പറ്റും. നമ്മുടെ ആ ഒരു റിങ്കിൾസിനെയൊക്കെ ഇതൊന്ന് സ്മൂത്ത് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഗ്ലിസറിൻ ഹെൽപ്പ് ചെയ്യും. ഡ്രൈ സ്കിൻകാർക്ക് നിങ്ങളുടെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റി വെക്കേണ്ട സാധനം. ഹെയർ ഫോളിക്കിൾസ്, സ്കാൽപ്പ്, ഇതിനെയൊക്കെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഗ്ലിസറിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മുറിവ് ഉണങ്ങാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പൊള്ളലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അതിനകത്ത് ഗ്ലിസറിൻ ഉണ്ടോ എന്ന് നോക്കുക. DIY ആയിട്ട് ഉണ്ടാക്കി പെട്ടിയിൽ സൂക്ഷിച്ച് വെക്കരുത്. അപ്പം മിക്സ് ചെയ്യുക, അപ്പം യൂസ് ചെയ്യുക. അതിനകത്ത് ഗ്ലിസറിൻ ഉണ്ടാവും നോക്കുക. എന്നിട്ട് അങ്ങനത്തെ മോയ്സ്ചറൈസർ വാങ്ങിക്കുന്നതാണ് നല്ലത്. അത് സ്കിൻ ഇറിറ്റേഷൻസ് ആയിട്ട് മാറും. പിന്നെ നമ്മൾ സ്കിൻ കെയറിനെ കുറ്റം പറയും, വർക്ക് ചെയ്യത്തില്ല എന്ന് പറയാം. ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തെന്ന് വെച്ചാൽ, നോർമലി എല്ലാവരും കമന്റ് ബോക്സ് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും ഉത്തരങ്ങൾ തരാറുണ്ട്. പക്ഷേ നമ്മൾ കമന്റ് ബോക്സിൽ പറഞ്ഞു തരുമ്പോൾ ടൈപ്പ് ചെയ്ത ലിമിറ്റേഷനില്ലേ, അത് ഒഴിവാക്കാനായിട്ട് ഞാൻ കമന്റ് ബോക്സിൽ പറയാൻ പറ്റുന്ന രീതിയിൽ അത്രയും പറഞ്ഞു. പക്ഷെ ഓരോ ക്വസ്റ്റ്യൻസിന്റെ മാക്സിമം ഏറ്റവും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ എടുത്തിട്ട് വേറൊരു വീഡിയോയും കൂടെ വീക്കിലി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ കെയർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. നെക്സ്റ്റ് വീക്ക് ഞാനതൊരു വീഡിയോ ആയിട്ട് ഇറക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. ഇനി നമ്മൾ ഇന്ന് എന്താ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗ്ലിസറിനെ പറ്റിയിട്ടാണ്. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഗ്ലിസറിനെ പറ്റിയിട്ടാണ്. എല്ലാവരുടെയും വീട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു DIY സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് ഗ്ലിസറിൻ. പക്ഷെ എന്താണ് ഗ്ലിസറിൻ DIY ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നേ നമ്മൾ ഗ്ലിസറിൻ എന്ന് പറയുന്നതിന് മുന്നേ എന്താണ് ഗ്ലിസറിൻ കൂടുതൽ നമ്മൾ കാണുന്നത് മോയ്സ്ചറൈസേഷന് വേണ്ടിയിട്ടില്ല. പ്രധാനമായിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന 3 ടൈപ്പ് മോയ്സ്ചറൈസേഴ്സ് ആണ്. ഒന്ന് ഹ്യൂമെക്റ്റന്റ്, ഒന്ന് ഇമോളിയന്റ്, അടുത്ത ഒക്ലൂസീവ്സ്. ഇത് മൂന്നാണ് നമ്മൾ മോയ്സ്ചറൈസേഴ്സ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. ഗ്ലിസറിൻ, ഹൈൽഡ്രോണിക് ആസിഡ്, ഇതൊക്കെ വരുന്നത് ഹ്യൂമെക്റ്റന്റിന്റെ അണ്ടറാണ്. ഹ്യൂമിഡ് അതായത് വെള്ളം പിടിച്ചേർത്തുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഹ്യൂമെക്റ്റന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇമോളിയന്റ് ഇൻ ദ സെൻസ് അത് കുറച്ചുകൂടെ ഓയിലി ആയിട്ടുള്ള സാധനമാണ്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ റിങ്കിൾസിന്റെ ഒക്കെ ഇടയിൽ പോയിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് സ്മൂത്ത് ഔട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇമോളിയന്റ് എന്ന് പറയുന്നത്. അടുത്ത ഏറ്റവും അവസാനത്താണ് ഒക്ലൂസീവിനകത്ത് വരുന്നതാണ് നമ്മുടെ വാസ്ലിൻ. അതായത് കുറച്ചും കൂടെ ഓയിലി ആയിരിക്കും. മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ നിന്ന് വെള്ളത്തെ പുറത്തോട്ട് തള്ളിക്കളയാതെ വെള്ളം പിടിച്ചേർത്തുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ ഒക്ലൂസീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂന്നാണ് നമ്മൾ മോയ്സ്ചറൈസേഴ്സിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഗ്ലിസറിനെ പറ്റി ഗ്ലിസറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഹൈൽഡ്രോണിക് ആസിഡിനെ പറ്റിയും കൂടെ പറയണം. എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഗ്ലിസറിന് ഹൈൽഡ്രോണിക് ആസിഡ് ആണ്. ഹൈൽഡ്രോണിക് ആസിഡ് സിറംസ് ആണ് എപ്പോഴും ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സിറത്തിന്റെ കൂടെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗ്ലിസറിൻ. അപ്പൊ എന്താണ് കമ്പാരിസൺ നോക്കാം. എന്താണ് ഗ്ലിസറിൻ എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ ഗ്ലിസറിനും ഹൈൽഡ്രോണിക് ആസിഡും നമ്മൾ ചെറിയ കമ്പാരിസൺ തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഞാൻ ഹൈൽഡ്രോണിക് ആസിഡിന്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്കിൻ കെയറിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വാട്ടർ ഹോൾഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഹ്യൂമെക്റ്റൻസ് ആണെന്ന്. അപ്പൊ അതിനകത്താണ് നമ്മൾ ഹൈൽഡ്രോണിക് ആസിഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയും. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരിക്കലും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹൈൽഡ്രോണിക് ആസിഡ് വാങ്ങിക്കരുത്. ഇത് തന്നെയാണ് അതിന്റെ ഫംഗ്ഷൻ. സെയിം അതുപോലെയാണ് ഗ്ലിസറിൻ. പക്ഷേ ഗ്ലിസറിനും ഹൈൽഡ്രോണിക് ആസിഡും കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഹൈൽഡ്രോണിക് ആസിഡ് പെനിട്രേറ്റ് ചെയ്യാൻ ഒരു ജസ്റ്റ് ഇത്ര വരെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഗ്ലിസറിൻ നമ്മുടെ സ്കിൻ ബാരിയറും കഴിഞ്ഞ് നമുക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ 500 ഡെൽറ്റന് താഴെ മോളിക്കുലർ വെയിറ്റ് ഉള്ള എന്ത് സാധനവും നമ്മുടെ സ്കിൻ ബാരിയർ കഴിഞ്ഞ് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഗ്ലിസറിൻ അങ്ങനത്തെ ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്ലിസറിൻ 92 ഡെൽറ്റൻ മാത്രമാണ് അതിന്റെ മോളിക്കുലർ വെയിറ്റ്. അപ്പൊ അത് നമ്മുടെ സ്കിൻ ബാരിയർ കഴിഞ്ഞും പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. അതാണ് എന്താ പറയുന്ന നമ്മുടെ ഹൈൽഡ്രോണിക് ആസിഡും ഗ്ലിസറിനും തമ്മിലുള്ള വ്യത്യാസം. എന്റെ അടുത്ത് ഇപ്പൊ ചോദിച്ചിരിക്കുകയാണെങ്കിൽ ഒരു നല്ല ഗ്ലിസറിൻ ബേസ്ഡ് മോയ്സ്ചറൈസർ ആണോ ഹൈൽഡ്രോണിക് ആസിഡ് ബേസ്ഡ് സെറം ആണോ നല്ലതെന്ന് വെച്ചാൽ ഞാൻ പറയും ഗ്ലിസറിൻ മോയ്സ്ചറൈസർ ആണ് ഏറ്റവും നല്ലത്. കാരണം ഞാൻ എപ്പോഴും പറയും സിറം പെനിട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഗ്ലിസറിന്റെ പെനിട്രേഷൻ അതിനേക്കാളും കൂടുതലാണ്. സോ നമുക്ക് ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് ഗ്ലിസറിൻ ആണ് നല്ലത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഹൈൽഡ്രോണിക് ആസിഡ് സിറത്തിനേക്കാളും നല്ലത് ഗ്ലിസറിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇനി നമുക്ക് എന്താണ് ഗ്ലിസറിൻ നോക്കാം. അപ്പൊ എന്താണ് ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഹ്യൂമെക്റ്റന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമിഡ് അതായത് വെള്ളത്തിനെ അബ്സോർബ് ചെയ്യുന്ന സാധനമാണ് ഗ്ലിസറിൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വെള്ളത്തിനെയും നമ്മുടെ സ്കിന്നിന് ഡീപ്പർ ആയിട്ടുള്ള വെള്ളത്തിനെയും പിടിച്ചു നിർത്തിയിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു പ്ലംബിംഗ് എഫക്ട് തരാനായിട്ട് ഗ്ലിസറിന് പറ്റും. പക്ഷെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ DIYയുടെ കാര്യം അവസാനം പറയാം. DIY ഗ്ലിസറിലോട്ട് ഞാനിപ്പോൾ കയറുന്നില്ല. ഞാനൊരു പ്രൊഡക്റ്റില് നമ്മളിപ്പോൾ ഒരു ക്രീമൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ ബേസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസ് പ്രൊഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന
സാധനമായിരിക്കും ഗ്ലിസറിൻ. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 92 ഇതിനൊക്കെ താഴെയുള്ള മോളിക്കുലർ വെയിറ്റിന് താഴെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. പിന്നെ നമ്മുടെ എല്ലാ സ്കിൻ ലെയേഴ്സിലോട്ട് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും നമ്മുടെ മുകളിലത്തെ സ്കിൻ ലെയറിൽ നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മുടെ ആ ഒരു റിങ്കിൾസിനെയൊക്കെ ഇതൊന്ന് സ്മൂത്ത് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഗ്ലിസറിൻ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇത് കളർലെസ് ആണ്. നമ്മളിപ്പോൾ ഫോമുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് കളർലെസ് ആണ്, കാരണം ഇതിനകത്തൊരു കളറിന്റെ ആവശ്യമില്ല, പിന്നെ മണമില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാം കളറും മണവും സ്കിൻ കെയർ തീരെ ഇഷ്ടപ്പെടാത്ത ആളാണ് ഞാൻ. ഇത് രണ്ടും നമുക്ക് എന്തായാലും ഗ്ലിസറിൻ പ്രൊഡക്ട്സുകളിൽ വളരാനുള്ള ചാൻസ് എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നല്ലാണ്ട് ഗ്ലിസറിൻ കാരണം ഒരു മണമോ അല്ലെങ്കിൽ ഒരു കളറോ നമ്മുടെ സ്കിൻ കെയറിലോട്ട് വരത്തില്ല. മൂന്നാമത്തേന്ന് വെച്ചാൽ ഇത് എന്താ പറയുക, വെള്ളത്തിന് അട്രാക്ട് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എത്ര ഹൈഡ്രേഷൻ, ഡ്രൈ സ്കിൻകാർക്ക് നിങ്ങളുടെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റി വെക്കേണ്ട സാധനം, ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന സാധനമാണ്. ഇന്ന് വരെ സ്റ്റിൽ 2024 ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ജനുവരി വരെ ആരും പറഞ്ഞിട്ടില്ല ഗ്ലിസറിനേക്കാളും നല്ലൊരു ഹ്യൂമെക്ടന്റ് ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. ഇത് സ്കിൻ കെയറിൽ മാത്രമല്ല, നിങ്ങളുടെ ഹെയർ എക്സ്ട്രാ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ഷാമ്പൂവിന്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നോക്കിയാലും മതി. നമുക്ക് അതിനകത്ത് ഗ്ലിസറിൻ ആണില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചാൽ ഒരു കുഴപ്പമില്ല. കാരണം നമ്മുടെ ഹെയറിന്റെ ഫോളിക്കിൾസിന് വരെ ഹെയർ ഫോളിക്കിൾസ്, സ്കാൽപ്പ്, ഇതിനെയൊക്കെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഗ്ലിസറിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഡ്രൈ സ്കിൻകാരുള്ളവരും ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാരും ഒന്ന് ലുക്ക് ഔട്ട് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഗ്ലിസറിൻ. പിന്നെ വീഗൻ ടൈപ്സ് ആൾക്കാർ ആരെങ്കിലും ആണെന്ന് നിങ്ങൾ വീഗൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിസറിൻ ഒരു വീഗൻ പ്രൊഡക്റ്റ് ആണ്. മാത്രമല്ല ബൊട്ടാണിക്കൽ പ്രൊഡക്ട്സുകളിൽ നിന്ന് നമുക്ക് ഗ്ലിസറിൻ എടുക്കുന്നത് കൂടുതലും. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഗ്ലിസറിൻ ഉണ്ട്. അപ്പൊ വീഗൻ ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിസറിൻ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ DIY ഗ്ലിസറിലോട്ട് പോവാം. ഇനി ഞാൻ DIY ഗ്ലിസറിന്റെ കാര്യം പറയാൻ പോവാണ്. ഞാനിപ്പോ എന്റെ വീഡിയോ പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ പഴയ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റിക് ആക്നെയുടെ ടൈമിൽ എന്റെ വീട്ടിൽ അമ്മ ഗ്ലിസറിൻ എടുത്തിട്ട് ആ ഭാഗത്ത് തേക്കും. അപ്പോഴത്തേക്ക് അവിടെ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ ഒരു ഇത് വരും, പൊട്ടിക്കാൻ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്റെ അമ്മ ഗ്ലിസറിൻ തേക്കും എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ അന്ന് ഞാൻ പറയാം, അമ്മ ഇത് ശരിയല്ല, ഈ പരിപാടി ശരിയല്ല. പിന്നെയാണ് എനിക്ക് അതിന്റെ റീസൺ മനസ്സിലായത്. നമ്മൾ ആ സ്ഥലത്ത് അത്രയും ഭാഗത്ത് ഗ്ലിസറിൻ തേക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഇല്ലാതെ ആയിരിക്കുമല്ലോ ആ ഒരു ഭാഗത്ത് ഗ്ലിസറിൻ തേക്കുന്നത്. അപ്പൊ നമ്മുടെ ആ സ്കിൻ എക്സ്ട്രീംലി ഡ്രൈ ആവും. അപ്പോഴത്തേക്കാണ് നമുക്കത് പൊട്ടിക്കാൻ, ഡ്രൈ ആവുമ്പോൾ എന്ന് വെച്ചാൽ ഇത് വലിയാൻ തുടങ്ങും. വലിയുമ്പോഴാണ് നമുക്കത് പൊട്ടിക്കാൻ ഒന്നുകൂടി ഈസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലിസറിൻ അവിടെ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഗ്ലിസറിൻ നല്ലൊരു ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി വൈറൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വൂൺ ഹീല്, മുറിവുണങ്ങാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പൊള്ളലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അതിനകത്ത് ഗ്ലിസറിൻ ഉണ്ടോ എന്ന് നോക്കുക. കാരണം ഇത് രണ്ടും ഹീലിംഗിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ DIYയിലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗ്ലിസറിൻ 100% ഗ്ലിസറിനാണ്. ഞാൻ ഇടയ്ക്കൊരു ഷോർട്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഞാൻ ആ ഷോർട്സ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഷോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 100% ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിന് ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മിക്കവാറും അത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഡ്രൈ സ്കിന്നിലായിരിക്കും. അപ്പൊ എന്തെന്ന് വെച്ചാൽ ഇത് വെള്ളം വേണ്ടതാണല്ലോ. അപ്പൊ നിങ്ങൾ ഡ്രൈ സ്കിൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇവാപറേറ്റ് ചെയ്ത്, പക്ഷെ ഇത് ഇവാപറേറ്റ് ചെയ്ത് വെറുതെ ആയിരിക്കത്തില്ല ഇത് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നത്, നമ്മുടെ സ്കിന്നിലുള്ള വെള്ളത്തിനെയും കൂടെ പിടിച്ചിട്ടായിരിക്കും ഇത് ഇവാപറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ സ്കിൻ എക്സ്ട്രീംലി ഡ്രൈ ആയിട്ട് മാറും. രണ്ടാമത്തേന്ന് വെച്ചാൽ ഇതിന്റെ കൺസിസ്റ്റൻസി നമ്മുടെ തേനിന്റെ അത്രയും ഒരു പോലത്തെ ഒരു ജെല്ലി ടൈപ്പ് കൺസിസ്റ്റൻസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തേൻ തന്നെ ഇടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന് മിക്സ് ചെയ്യും, അലോവേര, ഗ്ലിസറിൻ, റോസ് വാട്ടർ, ഇത് മൂന്നായിട്ട് മിക്സ് ചെയ്യും. അങ്ങനെ ഫോമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നല്ല കോമ്പിനേഷൻ ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അപ്പം ഇടുക. അല്ലാണ്ട് ഇത് DIY ആയിട്ട് ഉണ്ടാക്കി പെട്ടിൽ സൂക്ഷിച്ച് വെക്കരുത്. അപ്പം മിക്സ് ചെയ്യുക, അപ്പം യൂസ് ചെയ്യുക. അതും നിങ്ങൾ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിലും മാത്രമല്ല, നിങ്ങൾ വെള്ളം അതിന് മുന്നേ നിങ്ങളുടെ സ്കിൻ ഒന്ന് കുറച്ച് വെറ്റായിട്ട് വെച്ചിട്ട് വേണം അതൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ വീണ്ടും ഡ്രൈ ആവും. അങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യുക. അല്ലാണ്ട് ഡയറക്റ്റ് മോയ്സ്ചറൈസർ ആയിട്ട് ഗ്ലിസറിൻ മാത്രം എടുത്ത് ആരും മുഖത്ത് തേക്കരുത്. ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ഡ്രൈ സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ മോയ്സ്ചറൈസർ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഗ്ലിസറിൻ ഉണ്ടാകുന്ന നോക്കുക. എന്നിട്ട് അങ്ങനത്തെ മോയ്സ്ചറൈസർ വാങ്ങിക്കുന്നതാണ് നല്ലത്. സത്യമാണ്, DIYയിൽ ഗ്ലിസറിൻ വാങ്ങിക്കുമ്പോൾ ഗ്ലിസറിനായിട്ട് മാത്രം വാങ്ങിക്കുമ്പോൾ റേറ്റ് ഇല്ല. ഞാൻ എൻ്റെ ആ DIY വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ DIY വാങ്ങുമ്പോൾ എല്ലാം കൂടെ ഇത്ര സാധനം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് റേറ്റ് തോന്നത്തില്ല. പിന്നെ ഭൂരിഭാഗം സാധനം ബാക്കി സാധനങ്ങൾ എടുത്ത് നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ റേറ്റ് തോന്നാത്തതാണ്. പക്ഷെ പിന്നെ നമ്മൾ എല്ലാം കൂടെ എടുത്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങളൊരു മോയ്സ്ചറൈസർ വാങ്ങിക്കുന്നതിന്റെ ഇരട്ടി വിലയായിരിക്കും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ വാങ്ങിക്കുന്നത്. പിന്നെ നമുക്ക് മര്യാദയ്ക്ക് ഫോമുലേറ്റ് ചെയ്യാൻ അറിയത്തില്ല. നമ്മൾ ഫോമുലേറ്റ് ചെയ്ത് വെക്കുന്ന കണ്ടെയ്നർ ക്ലീൻ ആയിരിക്കത്തില്ല. അപ്പൊ നമുക്ക് എക്സ്ട്രീംലി അത് സ്കിൻ ഇറിറ്റേഷൻസ് ആയിട്ട് മാറും. പിന്നെ നമ്മൾ സ്കിൻ കെയറിനെ കുറ്റം പറയും, വർക്ക് ചെയ്യത്തില്ല എന്ന് പറയും. അതിനേക്കാളും നല്ലത് ഒരു നല്ല ഈ പൈസയുടെ പകുതി പൈസ കൊടുത്ത് ആ പൈസക്ക് നമുക്ക് നല്ല മോയ്സ്ചറൈസേഴ്സ് ഗ്ലിസറിൻ ബേസ്ഡ് കിട്ടും. അത് വാങ്ങി ഉപയോഗിക്കാം. നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾക്ക് സെറംസ് അതൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗ്ലിസറിൻ. എന്ന് വെച്ചാൽ ഗ്ലിസറിൻ ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ്. ഇപ്പൊ നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസേഴ്സിലൊക്കെ നോക്കിയാൽ അതിനകത്ത് ബേസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലിസറിനൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഡ്രൈ സെൻസിറ്റീവ് സ്കിൻകാർക്ക് ഏറ്റവും നല്ലത് ഗ്ലിസറിൻ ആണ്. പിന്നെ ഇനിയിപ്പോ തണുപ്പൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ മൂക്കിന്റെ എവിടെയൊക്കെ പൊരിഞ്ഞൊക്കെ ഇളവുന്ന ആൾക്കാർക്ക്, പിന്നെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ല മോയ്സ്ചറൈസറും ഗ്ലിസറിൻ ബേസ്ഡ് മോയ്സ്ചറൈസറാണ്. ഞാനൊരു റെക്കമെൻഡേഷൻസ് ഒന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഏത് മോയ്സ്ചറൈസർ വാങ്ങിച്ചാലും അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഗ്ലിസറിൻ കണ്ടന്റ് തന്നെയായിരിക്കും. അപ്പൊ ഞാനൊരു ഏതെങ്കിലും 2-3 കാര്യം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കടയിൽ പോവുക അല്ലെങ്കിൽ ഫാർമസിയിൽ പോവുക, ഒന്ന് പ്രൊഡക്റ്റ് തിരിച്ചു നോക്കുക. അപ്പൊ അതിനകത്ത് കാണും രണ്ടാമത്തെ പ്രൊഡക്റ്റ്. ആദ്യത്തെ പ്രൊഡക്റ്റ് മിക്കവാറും അക്വ ആയിരിക്കും, വെള്ളം. രണ്ടാമത്തെ പ്രൊഡക്റ്റ് മോസ്റ്റ്ലി ഗ്ലിസറിൻ ആയിരിക്കും. അങ്ങനത്തെ ഒരു മോയ്സ്ചറൈസർ വാങ്ങിക്കുക, അപ്ലൈ ചെയ്യുക. വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മാക്സിമം മണമൊന്നും ഇല്ലാത്തതും കളർ ഇല്ലാത്തതും വാങ്ങിച്ചാൽ അത്രയും നല്ലത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഗ്ലിസറിനെ പറ്റിയിട്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണം, നമ്മൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ മാക്സിമം അടുത്ത ആഴ്ച കൊണ്ടുവരും. അതല്ലെങ്കിൽ അതിന്റെ അടുത്ത ആഴ്ച നമ്മളൊരു വീഡിയോ ആയിട്ട് വരും. നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈപ്സ്. അപ്പൊ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞേക്കുക. ഞാൻ അപ്പം പറ്റുന്നില്ല, ഞാൻ അപ്പം തന്നെ ക്ലിയർ ചെയ്യും. പക്ഷേ അതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഞാൻ വീഡിയോയിലും തരുന്നതായിരിക്കും. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ടിൽ ദെൻ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.